സാച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീട്ടിൽ ഇതുപോലെ കോപ്പർ ബ്രാസ് പാത്രങ്ങളൊക്കെ ഉണ്ടാവും, ഇങ്ങനെ നിറം കുറഞ്ഞ് അഴുക്കൊക്കെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് നല്ല പളവളാന്ന് നല്ല ഗോൾഡൻ കളറിലാക്കി എടുക്കാനായിട്ട് നമുക്ക് കുറച്ച് വിദ്യകളുണ്ട്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ പണ്ടൊക്കെ വീട്ടിൽ ഇങ്ങനെ പുളിയില്ലേ, ഇരുമ്പമ്പുളിയുടെ ഇല എടുത്തിട്ട് അത് വെച്ച് തേക്കും, അതുപോലെ വാളംപുളിയുടെ ഇല വെച്ചിട്ട് തേക്കും, അങ്ങനെയൊക്കെ ചെയ്യും. കണ്ടോ, ഇതേപോലെ പളപളാന്ന് നമുക്ക് തിളക്കം വെപ്പിക്കാം. ഞാൻ നേരത്തെ കാണിച്ചതും ഇതും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. ഇത് നല്ല സ്വർണ്ണ പാത്രം പോലെ തിളങ്ങുന്നുണ്ടല്ലേ. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പം അതിനായിട്ട് നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയും ഉപ്പും പിന്നെ വിനീഗറും, ഇത്രയാണ് വേണ്ടത്. ഒരു ബൗളിലേക്ക് ഇത്രയും 1 ടേബിൾ സ്പൂൺ ആയാലും മതി കേട്ടോ. കുറച്ച് കൂടുതൽ പാത്രങ്ങളുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഈക്വൽ എമൗണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം, 2 ടേബിൾ സ്പൂൺ ഉപ്പ്. ഇനി അതൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് വിനീഗർ ചേർത്ത് കൊടുക്കാം. ഇത് ഒരു പേസ്റ്റ് പരുവത്തിലാവുന്ന അത്രയും വിനീഗർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 5-6 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം കുറച്ച് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. അങ്ങനെ ആവശ്യത്തിന് ചേർത്ത് ഒരു പേസ്റ്റ് പരുവത്തിലാക്കാം. ഒരു 6 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഈ പാത്രങ്ങളിലേക്ക് തേച്ച് പിടിപ്പിക്കാം. തേക്കുമ്പോൾ തന്നെ കളറ് മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, പെട്ടെന്നത് കളറ് മാറി തുടങ്ങി, അഴുക്കൊക്കെ വേഗം പോയി തുടങ്ങിയിട്ടുണ്ട്. ചിലതിൽ കുറേ സമയം എടുക്കും കേട്ടോ. നല്ല കുറേ കാലമായിട്ടുള്ള അഴുക്കാണെങ്കിൽ കുറച്ച് സമയമെടുക്കും. അപ്പോൾ ഇങ്ങനെ തേച്ചിട്ട് അവിടെ വയ്ക്കാം. ഒരു 10-20 മിനിറ്റ്, ഒരു 20 മിനിറ്റ് മതി തേച്ച് അവിടെ വയ്ക്കാം. അകത്തും പുറത്തും ഒക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. എല്ലാം തേച്ച് പിടിപ്പിച്ച് ഒരു 10-20 മിനിറ്റ് വയ്ക്കാം. ഇനി നമുക്കിതൊന്ന് വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ വെറുതെ വാഷ് ചെയ്താൽ പോരാ. ചില കറകൾ കുറച്ച് ഹാർഡായിട്ട് കുറേ നാളായിട്ടുള്ള കറകളാണെങ്കിൽ അത് പോവാൻ കുറച്ചും കൂടെ പാടായിരിക്കും. അപ്പോൾ ഇതുപോലെ കുറച്ച് ഒരയുള്ള ടൈപ്പ്, കുറച്ച് ഹാർഡായിട്ടുള്ള സ്ക്രബ് ഉപയോഗിച്ച് ഒന്ന് ഉരച്ച് കഴുകേണ്ടി വരും. സ്റ്റീൽ വൂള് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ഇങ്ങനെ ഉരച്ചിൽ വീഴും. മെറ്റലായതുകൊണ്ട് ഇങ്ങനെ ഒരയിൽ വീഴും. വേണമെങ്കിൽ അല്പം സോപ്പ് ലിക്വിഡും കൂടെ ചേർത്താൽ ഒന്നും കൂടെ അത് ക്ലീനായിട്ട് കിട്ടും. വല്ല മെഴുക്കൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടും. കണ്ടോ, ഒരുവിധം എല്ലാം പോയി കിട്ടിയിട്ടുണ്ട്. ചെറിയ കുത്തുപോലൊക്കെ ഉണ്ടാവും. അപ്പം അതും ഒന്ന് കുറച്ചൊരു ഫോഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മളൊന്ന് ഉരച്ച് കഴുകിയെടുക്കാം. ഞാനിപ്പോൾ ഈ ചെറിയ പാത്രത്തിലൊന്ന് കഴുകുന്നത് കാണിക്കുന്നതാണ്. വീണ്ടും നമ്മൾ നന്നായിട്ട് കഴുകുന്നതായിരിക്കും. കണ്ടോ, ഒരൊറ്റ കുത്ത് പോലും ഇല്ലാതെ വളരെ ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ആദ്യം കാണിച്ചതിൻ്റെ ആദ്യത്തെ രൂപം ഓർമ്മയുണ്ടല്ലോ. അപ്പം അതും ഇതും വെച്ച് നോക്കുമ്പോൾ ഭയങ്കര വ്യത്യാസമല്ലേ കാണുന്നത്. ശരിക്കും നല്ല പളവളാന്ന് തിളങ്ങുന്നുണ്ട്. അതിൻ്റെ ആ പിടിയും എല്ലാം നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇനി ഇതും നമുക്കൊന്ന് കഴുകിയെടുക്കാം. ഇതിലങ്ങനെ മെഴുക്കിൻ്റെ കറകളൊന്നുമില്ല, ജസ്റ്റ് കളറ് വരണം എന്നുള്ളൂ. അധികം ഫോഴ്സ് ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല.
പിന്നെ അടിഭാഗത്ത് ഓൾറെഡി ആ പഴയ കളർ തന്നെ ഉണ്ട്, കളർ മങ്ങിയിട്ടൊന്നുമില്ല. ഈ മേൽഭാഗം മാത്രമാണ് കളറ് പോയിട്ടുള്ളത്. അതുപോലെ ഉൾഭാഗത്തും ഇതും നല്ല കളറായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് പൈപ്പിൽ വീണ്ടും നന്നായിട്ട് കഴുകിയെടുക്കാം കേട്ടോ. നല്ല ക്ലീൻ ആയിട്ടുണ്ട് കണ്ടോ. ആ പിടി ഹാൻഡിൽമേലുള്ള ആ കുത്തുകൊത്തൊക്കെ നല്ല ക്ലിയർ ആയിട്ടുണ്ട്. നമ്മൾ ചെയ്തു വെച്ച പാത്രങ്ങളൊക്കെ കഴുകി തുടച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല പളപളാന്ന് തിളങ്ങുന്നുണ്ട്. പുതിയ പാത്രം പോലെ ആയിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ഉപയോഗിക്കാത്ത, പണ്ട് കാലത്തൊക്കെ ഇങ്ങനെയുള്ള പിഞ്ഞാണങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഇപ്പം അത് നല്ല സ്വർണ്ണപാത്രം പോലെ നമുക്കിത് തിളക്കിയെടുക്കാം. വളരെ എളുപ്പമാണ്. ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്ന കടകളും ഒക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ബുദ്ധിമുട്ടാൻ തയ്യാറില്ലാത്തവർക്ക് അങ്ങനെയും ചെയ്യാം. എല്ലാം നല്ല ക്ലീൻ ആയിട്ടുണ്ട്. വീട്ടിലിപ്പോൾ പ്രാർത്ഥനയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന വിളക്കുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിതുപോലെ നല്ല ക്ലീനാക്കി പുത്തൻ പുതിയതുപോലെ ആക്കിയെടുക്കാം. നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണല്ലേ ഇങ്ങനെ നല്ല ക്ലീനായിട്ട് കിട്ടുമ്പോൾ. പണ്ടത്തെ വീടുകളിൽ കിണ്ടി, കോളാമ്പി, വീട്ടിലെ ചില വിളക്ക്, അതുപോലെ ചോറ് കഴിക്കാനുള്ള പാത്രം, അങ്ങനെയൊക്കെ ഈ ഒരു മെറ്റൽ വെച്ചിട്ടാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അതൊക്കെ ഇപ്പോൾ നല്ല കളറൊക്കെ പോയിട്ടിരിക്കുകയായിരിക്കും. അത് ഇതുപോലെ നമുക്ക് പുതിയതാക്കി എടുക്കാം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ചെയ്ത് നോക്കിക്കോളൂ, നല്ല റിസൾട്ടായിരിക്കും. താങ്ക് യു.